നമസ്തേ. വർഷങ്ങൾക്ക് മുൻപ് നിഗൂഢജ്ഞാനങ്ങൾ ചക്രത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ പ്രാണ ഊർജത്തിനെക്കുറിച്ചും കുണ്ഡലിനി ശക്തിയെക്കുറിച്ചും കോസ്മിക് എനർജി, ലൈഫ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ സംസാരിച്ചു തുടങ്ങിയിരുന്ന കാലത്ത് ചില വ്യക്തികൾ എന്നെ വാൺ ചെയ്തിരുന്നു. ഭൂരിഭാഗം ആളുകൾക്കും അറിയുന്ന കാര്യങ്ങളല്ല നിങ്ങൾ പങ്കുവെക്കുന്നത്. ഋഷിവര്യന്മാർ പോലും മനഃപൂർവ്വം പങ്കുവെക്കാതിരുന്നതായിട്ടുള്ള കാര്യങ്ങൾ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പല ആളുകളും ഇത്തരത്തിലുള്ള നിഗൂഢജ്ഞാനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഊർജത്തിന്റെ അവസ്ഥകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കും. അപ്പം അങ്ങനെയുള്ള സാധ്യതകൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പണ്ട് കാലത്തുള്ള പലരും ഇത്തരത്തിലുള്ള അറിവുകൾ മറച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് പലരും നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ആ അറിവുകൾ യഥാർത്ഥത്തിൽ മറച്ചു വെച്ചതാണോ, അതോ നമുക്ക് ആ അറിവുകൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണോ മനുഷ്യരാശി ഓരോ ദിവസവും ഈ പറയുന്നതായിട്ടുള്ള എത്തിക്സ്, മൊറാലിറ്റി, വാല്യൂസ് തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മൂല്യം പോലെയുള്ള കാര്യങ്ങളിൽ പുറകോട്ട് വരുന്നത്? നമുക്ക് ഓരോ ദിവസവും മതങ്ങളുടെ എണ്ണവും മതങ്ങളുടെ വിഭാഗങ്ങളും കൂടിക്കൂടി വരികയാണ്. എന്നിട്ടും നമുക്ക് സമാധാനം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് ഉന്നതമായിട്ടുള്ള ബിരുദങ്ങളുണ്ട്, പക്ഷേ ഇന്നത്തെ പല ആളുകൾക്കും സാമാന്യ രീതിയിൽ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എന്ന് അറിയില്ല. ഒരുപാട് നോളജ് ഉണ്ട്, പക്ഷേ ജ്ഞാനം വളരെ കുറവാണ്. വലിയ വലിയ വീടുകളുണ്ട്, പക്ഷേ ആളുകൾ തമ്മിൽ ബന്ധമില്ലാത്തതായിട്ടുള്ള അവസ്ഥകൾ. എല്ലാവരും ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾക്ക് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ 1000ഉം 5000ഉം ഫ്രണ്ട്സും ഫോളോവേഴ്സും ഒക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും പല നിമിഷങ്ങളിലും നമ്മൾ ഒറ്റപ്പെടുന്നതായിട്ടുള്ള അവസ്ഥകൾ. നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു പോകണമെന്ന് ആഗ്രഹിച്ചു, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ അതിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ള അറിവുകളെ തേടാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് വിലക്കപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ പല ആളുകൾ പഠിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത് എന്നതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മൾ മഹാഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ അറിവ് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഒരുപാട് പരതണം, ഒരുപാട് അന്വേഷിക്കണം. ഏകദേശം 7 വർഷത്തോളമുള്ള നീണ്ടതായിട്ടുള്ള വായനകളും സംസാരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതിനുശേഷമാണ് ഞാൻ യഥാർത്ഥത്തിൽ വീണ്ടും ഈ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ആധുനിക സമൂഹം ഇത്തരത്തിൽ പല രീതിയിൽ, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ലാത്തതായിട്ടുള്ള തോന്നൽ. ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഒന്നുമില്ല, അയൽക്കാരുണ്ട് പക്ഷെ അകലങ്ങളിലാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ നമുക്ക് മനുഷ്യബന്ധങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും മനുഷ്യൻ വലിയൊരു മാട്രിക്സ് അല്ലെങ്കിൽ ഒരു മിഥ്യയിലേക്ക് പെട്ടുപോയിരിക്കുകയാണ്, ഒരു ഇല്യൂഷനിൽ പെട്ടിരിക്കുകയാണ്. അതായത് സമൂഹത്തിൽ പല രീതിയിൽ പോകുന്ന ആളുകൾ, വിജയിച്ചവരെന്ന് പറയപ്പെടുന്നതായിട്ടുള്ള ആളുകൾ, അവരെ കണ്ടുകൊണ്ടാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ പോയിട്ടുണ്ടെങ്കിലേ വിജയമുള്ളൂ, പണം ഇങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ വിജയമുള്ളൂ എന്നൊക്കെ പല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതും ഇന്റലക്ച്വൽ ബേസിലുള്ളതായിട്ടുള്ള ബുദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ, മനസ്സ് കാണിക്കുന്നതായിട്ടുള്ള ഡിസയറുകൾ, വിഷുകൾ, അങ്ങനെ മനുഷ്യന്റെ ഈ പറഞ്ഞ ഡിസയറുകളെയും വിഷുകളെയും സ്വാധീനിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്ന രീതിയിൽ പോലും ഈ ഇല്യൂഷൻ അത്രമേൽ മനുഷ്യനെ പിടിമുറുക്കുന്ന ഈ കാലത്ത് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ, പൊട്ടൻഷ്യൽ, ശക്തി അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലെ ഊർജ വ്യവസ്ഥിതിയിലേക്ക് നോക്കണമെന്നുള്ളതാണ്. മുൻപ് പല വീഡിയോകളിലും ഞാൻ ഓറയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഓറ രൂപപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഈ പ്രാണ ഊർജം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ ഏതോ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയല്ല. അതിനപ്പുറത്തേക്ക് നമ്മളുടെ ശരീരത്തിനെ ചുറ്റിയുള്ളതും അതിനുള്ളിലും പുറത്തുമൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു ഊർജം. നമ്മളെല്ലാ മനുഷ്യന്മാരും ഊർജ കേന്ദ്രങ്ങളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ പല സമയത്തും നമുക്ക് നമ്മുടെ ഫ്രീക്വൻസിയും വൈബ്രേഷനും തെറ്റിപ്പോകുന്ന സമയത്താണ് നമ്മൾ പരാജയങ്ങളിലേക്കും ചുഴികളിലേക്കും കുഴികളിലേക്കും ഒക്കെ വീണു പോകുന്നത്. അപ്പൊ ഏത് രീതിയിലുള്ള കഠിനമായിട്ടുള്ള തടസ്സങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും, ഏത് രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിലും, നമ്മുടെ ഈ ഊർജ വ്യവസ്ഥിതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് കൺട്രോള് കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനും എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിനെ കൊണ്ടുപോകേണ്ടത്, നമ്മുടെ ബുദ്ധിയെ എങ്ങനെയാണ് നമുക്ക് കാമായിട്ട് നിർത്തിയിട്ട് അതിനെ ഒരു കുതിര അല്ലെങ്കിൽ ആ മനസ്സ്, തലച്ചോറെന്നൊക്കെ പറയുന്ന ഈ സംഗതികളെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. മിഡിൽ പാത്ത് ഇസ് ദ ഗോൾഡൻ പാത്ത് എന്നാണ് പറയുന്നത്. എക്സ്ട്രീമുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഈ ചക്ര സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് ഊർജ കേന്ദ്രങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ അടിസ്ഥാനപരമായിട്ട് പ്രധാനമായിട്ടും 7 ചക്രങ്ങളാണുള്ളത്. അതിൽ ഓരോ ചക്രത്തിനും പ്രത്യേകതകളുണ്ട്, അതിന് നിറങ്ങളുണ്ട്, അതിന് വൈബ്രേഷൻ ഉണ്ട്, അതിന് ഫ്രീക്വൻസി ഉണ്ട്, അതിന്
ഓരോ അവസ്ഥകളുണ്ട്, അതിന് തത്വമുണ്ട്, അതിന് എലമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ മൂലകങ്ങളുണ്ട്. ഈ ചക്രങ്ങൾ പല രീതിയിൽ മനുഷ്യരിൽ ശക്തി കൂടിയും കുറഞ്ഞും സന്തുലിതമായിട്ടും അസന്തുലിതമായിട്ടും ഒക്കെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും ഒരു അറ്റം മാത്രം കേട്ടതുകൊണ്ട് നമുക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം കിട്ടില്ല. വിശദമായിട്ടുള്ളൊരു പഠനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവ് സ്വായത്തമാക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് പഠിക്കുകയല്ല, നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. അതായത് പുറത്തുള്ളൊരു സംഗതിയെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ പുസ്തകങ്ങളിലൂടെ പഠിക്കുന്നത്, പക്ഷെ നമ്മൾ നമ്മളെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ആ ഒരു പഠനം വളരെ കോംപ്രിഹെൻസീവായിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഊർജം ഏത് ചക്രത്തിലാണ് എന്നുള്ള ഒരു ബുക്ക് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇത് ചെറിയൊരു പുസ്തകമാണ്, ഏകദേശം ഒരു 100 പേജിൻ്റെ അടുത്തായിട്ട് വരുന്നതായിട്ടുള്ള പുസ്തകം. അതിൻ്റെ ഫിസിക്കൽ കോപ്പി ഇപ്പം തൽക്കാലം നമുക്ക് ലഭ്യമല്ല. അതിൻ്റെ ഡിജിറ്റൽ കോപ്പീസ് മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ ടാബ്ലറ്റിലും കമ്പ്യൂട്ടറിലും ഒക്കെ വായിക്കാൻ പാകത്തിനാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് വലിയൊരു ചെലവില്ലാത്ത രീതിയിൽ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അപ്രാപ്യമെന്ന് തോന്നിക്കുന്നതായിട്ടുള്ള ഈ കാര്യങ്ങൾ, ഈ നിഗൂഢ രഹസ്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു എനർജറ്റിക് എഞ്ചിനീയറിങ്, ആ ഒരു ഊർജ വ്യവസ്ഥിതിയെ അറിയുന്ന സമയത്ത് നമുക്കതിനെ കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ട് സാധിക്കുകയാണ്. ഇപ്പം നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ പോട്ടെ ഒരു ഭാഷ, അത് നമുക്ക് അറിയാമെങ്കിലേ നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം എന്നെക്കുറിച്ച് കൃത്യമായിട്ട് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം? അത് പുറത്തുനിന്നുള്ള ഒരുത്തം പറഞ്ഞിട്ടാണോ എനിക്ക് കിട്ടേണ്ടത്? ഏതെങ്കിലും ഒരു സയന്റിഫിക് സ്ട്രക്ചർ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുമോ? പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു സൈക്കോളജി ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ ഡൈനാമിക് ആണ്. അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ പ്രായത്തിനനുസരിച്ച്, അനുഭവങ്ങൾക്കനുസരിച്ച് അത് ഇവോൾവ് ചെയ്ത് വരണമെന്നുള്ളതാണ്. അത് വന്നില്ലെങ്കിലാണ് പ്രശ്നം. സോ ആ ചേഞ്ച് ഇങ്ങനെ ഗോയിങ് ഓൺ എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും, നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വരും, നമ്മളുടെ അവസ്ഥകളിൽ മാറ്റങ്ങൾ വരും. അങ്ങനെ നമ്മളുടെ ചക്രങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ ചക്രങ്ങളെ ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ പ്രപഞ്ചവുമായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജത്തിൻ്റെ ഒരു അംശമായിട്ടുള്ള നമ്മുടെ ഈ പ്രാണൻ എന്ന് പറയുന്നതിനെ നമ്മുടെ ഈ ഭൗതിക ശരീരവുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്നതായിട്ടുള്ള പില്ലേഴ്സ് പോലെയാണ്, അല്ലെങ്കിൽ ഹുക്സ് പോലെയാണ്, അല്ലെങ്കിൽ ആങ്കർ പോലെയാണ് ഞാൻ ഈ ചക്രങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവൻ അവസാനിക്കുന്ന സമയത്ത്, ആ ശരീരം ജഡമാകുന്ന സമയത്ത് ഈ ചക്ര വ്യവസ്ഥിതിയോടുകൂടി തന്നെയാണ് അവൻ പുറത്തേക്ക് പോകുന്നത് എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളൊരു മനുഷ്യൻ്റെ ഒരു സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ഒരു അസ്ട്രൽ ബോഡി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇതിനൊക്കെ കുറച്ച് കോംപ്ലക്സിറ്റീസ് ഉണ്ട്. അതായത് എന്താണ് ഭൗതിക ശരീരം, എതറിക് പ്ലെയിൻ എന്താണ്, അസ്ട്രൽ പ്ലെയിൻ എന്താണ്, മാനസിക തലം എന്താണ്, അതിനെക്കുറിച്ചൊക്കെ മുൻപേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീഡിയോകളിലൂടെ വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ പഴയ വീഡിയോ കാണാതെ ഇന്നെന്നെ ശ്രവിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ബേസ് കിട്ടാനുള്ള സാധ്യതയില്ല. ഏകദേശം 500-ലധികം വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൊക്കെ ഞാനത് വിശദീകരിച്ചതുകൊണ്ട് ഇവിടെ ഞാൻ അത്തരത്തിലുള്ള പ്ലെയിനുകളെ കുറിച്ച് അല്ലെങ്കിൽ തലങ്ങളെക്കുറിച്ച് പറയുന്നില്ല. മറിച്ച് നമ്മുടെ ഈ പറയുന്നതായിട്ടുള്ള എനർജറ്റിക് ബോഡി എന്ന് പറയാം, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഭൗതിക ശരീരത്തിനപ്പുറത്തുള്ള ഈ എനർജറ്റിക് ബോഡി ഇങ്ങനെ പോവുകയാണ് അടുത്ത തലത്തിലേക്ക്. പക്ഷേ ഈ എനർജറ്റിക് ബോഡിയിൽ ഈ ചക്രങ്ങൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അയാളുടെ കർമ്മത്തിനനുസരിച്ചിട്ട് ഈ ചക്രങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അയാളുടെ ജന്മത്തിനനുസരിച്ചിട്ട് ഈ ചക്രങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ആത്മാക്കളിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ പുനർജന്മം, ആത്മാക്കളുടെ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ നമ്മുടെ ഈ എനർജി ബോഡിയെയാണ് ബാധിക്കുന്നത്. ഈ ചക്രങ്ങൾ, ഈ ഊർജ്ജ കേന്ദ്രങ്ങൾ, ഈ 7 എണ്ണം മെയിനായിട്ടുള്ളത്, അതിനപ്പുറത്തേക്ക് സബ് ചക്രങ്ങളും ഉണ്ട്. ഈ ചക്രങ്ങൾ യഥാർത്ഥത്തിൽ ടുഗദർ ആയിരിക്കുമ്പം അതെല്ലാം കൂടെ കൂടിച്ചേരുന്നതായിട്ടുള്ളൊരവസ്ഥ, ഈ ചക്രങ്ങൾ, നമ്മുടെ കോൺഷ്യസ്നെസ്, നമുക്ക് കാണാനും കാണാൻ പറ്റാത്തതുമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ സംഗതികളും കൂടെ കൂടിച്ചേർന്ന് നമ്മുടെ ഈ ജഡിക ഭൗതിക ശരീരത്തിന് അപ്പുറത്തേക്ക് നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, നമുക്ക് തൊടാൻ പറ്റാത്തതായിട്ടുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഓറ എന്ന് പറയുന്നത്. സോ ചക്രങ്ങൾക്ക് 7 നിറം വരുന്ന സമയത്ത് ഈ ഓറയ്ക്കും 7 നിറം വരാം. അപ്പോൾ ഏത് ചക്രമാണോ ഒരു വ്യക്തിയിൽ ആധിപത്യം പുലർത്തുന്നത്, ഈ ആധിപത്യം എന്ന് പറയുന്നത് ജന്മം, കർമ്മം, അത് പ്രത്യേകമായിട്ട് ചിന്തിക്കണം. പല കാരണങ്ങൾ കൊണ്ടാണ് ഒരാളിൽ ഒരു ചക്രം ആധിപത്യം പുലർത്തുന്നത്. ചില ആളുകളിൽ മൂലാധാര ചക്രമായിരിക്കും അല്ലെങ്കിൽ റൂട്ട് ചക്രമായിരിക്കും ആധിപത്യം പുലർത്തുന്നത്. ചില ആളുകളിൽ സ്വാധിഷ്ഠാന ചക്രമായിരിക്കും ആധിപത്യം പുലർത്തുന്നത്. ചില ആളുകളിൽ മണിപ്പൂരിക ചക്രമായിരിക്കും ആധിപത്യം പുലർത്തുന്നത്. ചില ആളുകളിൽ അനാഹത ചക്രം അല്ലെങ്കിൽ ഹാർട്ട് ചക്രം, ചില ആളുകളിലേക്ക് വരുന്ന സമയത്ത് ത്രോട്ട് ചക്ര, തേർഡ് ഐ ചക്ര, സഹസ്രാര എന്ന് പറഞ്ഞ് അതങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഈ ആധിപത്യം എന്നതുകൊണ്ട് കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന ആ ഒരു പവർ നമ്മുടെ ആ ഒരു ചക്രത്തിൽ എത്തി എന്നുള്ളത് അർത്ഥമാക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ കുണ്ടലിനി ശക്തി ഒരു ചക്രത്തിലേക്ക് എത്തിയോ എന്ന് മനസ്സിലാക്കാനും
ഒരുവന്റെ ആധിപത്യത്തിൽ ആ ചക്രമാണോ എന്നുള്ളത് മനസ്സിലാക്കാനും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് കുണ്ടലിനി ശക്തി നമ്മുടെ റൂട്ട് ചക്രത്തിൽ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഈ ഒരു പവർ, ഈ ഒരു സെർപ്പന്റ് പവർ എന്ന് പറയുന്നത് നമ്മുടെ മുകളിലേക്ക് എത്തുന്ന സമയത്ത്, സഹസ്രാരത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് വലിയ മിസ്റ്റിക്കൽ ആയിട്ടുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ലൈക്ക് എക്സ്റ്റസി ഒക്കെ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ നമുക്ക് ജ്ഞാനോദയത്തിലേക്കൊക്കെ പോകുന്ന വലിയൊരു അവസ്ഥയാണ് ഋഷിവര്യന്മാരും ആചാര്യന്മാരും ഒക്കെ പറയുന്നതായിട്ടുള്ള ഒരു കാര്യം. അതിലേക്ക് എത്തുന്നത് എന്ന് വെച്ചാൽ ആ ഒരു ശക്തി ഉയർന്നു വരുമ്പം നമ്മൾ റൂട്ട് ചക്രയിൽ നിന്ന് അതിനെ ഉണർത്തി സ്വാധിഷ്ഠാനത്തിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കുക. ആ ഒരു ചക്രത്തിലേക്ക് അത് എത്തിയതും അല്ലെങ്കിൽ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ആധിപത്യം പുലർത്തുന്ന അവസ്ഥയും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം. പക്ഷേ ഇവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ കുണ്ടലിനി ശക്തി അയാളുടെ ഹാർട്ട് ചക്രത്തിൽ എത്തി എന്ന് നമുക്ക് പറയണമെങ്കിൽ അയാളുടെ റൂട്ട് ചക്രം, അയാളുടെ സ്വാധിഷ്ഠാന ചക്രം, അയാളുടെ മണിപൂരിക ചക്രം ഇതൊക്കെ ബാലൻസ്ഡ് ആയിരിക്കണം. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് ക്ലിയർ ചെയ്ത് ബാലൻസ് ആകുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും, സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും, നമ്മൾ അടിമുടി മാറും. ഹാർട്ട് ചക്രയിലേക്കൊക്കെ എത്തി എന്ന് പറയുമ്പോൾ തന്നെ ആ പേഴ്സണാലിറ്റി മുഴുവനായിട്ടും വലിയ സാധാരണ മനുഷ്യരിൽ നിന്ന് വലിയ മാറ്റത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ മൂലാധാര ചക്രത്തിൽ നിന്ന് കുണ്ടലിനി ശക്തി ഉയർന്ന് സ്വാധിഷ്ഠാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഹൈലി പവർഫുൾ ആയിട്ടുള്ള ചേഞ്ചാണ്. ഈവൻ കുണ്ടലിനി ശക്തി ഉണർന്നാൽ തന്നെ അത് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചാണ്. നമ്മുടെ റൂട്ട് ചക്രയിലാണ് കിടക്കുന്നതെങ്കിൽ പോലും. അപ്പോൾ ഇത് വളരെ കോംപ്ലക്സ് ആണ്. പക്ഷെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും, അതായത് ആധിപത്യം എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഒരു ചക്രം കുറച്ച് പവർ കൂടി അല്ലെങ്കിൽ അത് സന്തുലിതമായിട്ടിരിക്കുന്നു, മറ്റേ ചക്രങ്ങൾക്ക് ചിലപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ പവർ കുറവായിരിക്കും, അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകളോ അസന്തുലിതാവസ്ഥയോ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. അപ്പം കുണ്ടലിനി ശക്തി ഒരു ചക്രത്തിൽ എത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള താഴെയുള്ള ചക്രങ്ങളുടെ ശക്തിയും കൂടെ കൃത്യമായിട്ട് ആ വ്യക്തിയിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്. അപ്പം ഞാൻ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ എൻ്റെ ആ ഒരു ഗൈഡ് ലൈക്ക് ബുക്കിലൂടെ ഞാൻ പറയുന്നത് ഈ ചക്രത്തിൻ്റെ സന്തുലിതാവസ്ഥയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഓരോ ചക്രത്തിൻ്റെയും അസന്തുലിതാവസ്ഥയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഓരോ ചക്രങ്ങളും ഒരു വ്യക്തിയിൽ ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് സെൽഫ് ഇവാലുവേഷൻ. നമ്മളെപ്പോലെയുള്ള ഓരോ മനുഷ്യനും ഈ നിഗൂഢ ജ്ഞാനം എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് ഈ 2026 ആയിരിക്കുന്ന ആധുനിക യുഗത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ മാത്രമല്ല, പല ആളുകളും ചക്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഗൂഢജ്ഞാനം പങ്കുവെക്കുന്നുണ്ട്. നമുക്കിന്ന് വിവരവിജ്ഞാന വിപ്ലവത്തിൻ്റെ ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ കാലമായതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഈ അറിവ്, അല്ലെങ്കിൽ ഇതിനെ സീക്ക് ചെയ്യുന്നവരിലേക്ക് ഈ അറിവ് തീർച്ചയായിട്ടും പ്രപഞ്ചം എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. സോ ഇങ്ങനെ ഓരോ ചക്രത്തിനെയും മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗൈഡിലൂടെ കടന്നു പോകുമ്പോൾ മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ സ്ട്രെങ്ത്, എന്തുകൊണ്ടാണ് എനിക്ക് ചില മേഖലകളിൽ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള വീക്ക്നെസ് ഉള്ളത്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സ്ട്രെങ്ത് ഉള്ളത്, എവിടെയൊക്കെയാണ് ഞാൻ ഇനി റിപ്പയർ ചെയ്യേണ്ടത്, ബാലൻസ് ചെയ്യേണ്ടത്, എങ്ങോട്ടേക്കാണ് ഞാൻ ഉയർന്നു പോകേണ്ടത്. കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണം, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ നമുക്ക് മുന്നോട്ട് ലഭിക്കുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യം ഉണ്ടാകുന്നത്. ഒരു ഗോൾ ഇല്ലാത്ത ആളുകൾക്ക് ഒരു ഗോൾ ഉണ്ടാകുന്നത്, ഒരു ഡ്രീം ഇല്ലാത്ത ആളുകൾക്ക് ഒരു ഡ്രീം ഉണ്ടാകുന്നത്, ബ്ലോക്കേജിൽ പെട്ടുകിടക്കുന്ന ആളുകൾക്ക് ഒരു വിടുതൽ അല്ലെങ്കിൽ തുറവി ഉണ്ടാകുന്നത്. സോ ഇവിടെ ചെയ്യുന്നത് ഞാനോ നമ്മളുടെ ബുദ്ധിയോ അല്ല, അതിനപ്പുറത്തേക്ക് ഈ ജ്ഞാനമാണ്, ഇതിലൂടെ കിട്ടുന്നതായിട്ടുള്ള ഈ ജ്ഞാനമാണ് നമ്മളുടെ ഉള്ളിൽ ഈ തുറവിയും ഈ തെളിച്ചവും ഉണ്ടാകുന്നത്. അത് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നു എന്ന് മാത്രമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അത് ആരുടെയും കഴിവുകൊണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് കിട്ടുന്നത് കൊണ്ടോ കൊടുക്കുന്നത് കൊണ്ടോ അങ്ങനെ ഒരു സംഗതിയില്ല. നമ്മൾ തന്നെയാണ് ബേസിക്കലി. ദ ഡീൽ ഈസ് വിത്ത് യു ആൻഡ് യൂണിവേഴ്സ്. നിങ്ങളും പ്രപഞ്ചവും തമ്മിലാണ് ഡീലുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് ചെയ്യുന്ന സമയത്ത് പ്രപഞ്ചത്തിന്റെ ഭാഗത്തു നിന്നുള്ളത് ഡബിളായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് സയന്റിഫിക്കോ അഷ്വേർഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ല ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ചിലപ്പോൾ പരമ്പരാഗതമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിനെ ഞാൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് അവബോധം ഉണ്ടാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിദത്തമായിട്ട് അല്ലെങ്കിൽ ദൈവികമായിട്ട് എനിക്ക് കിട്ടിയൊരു കാര്യം എന്ന് പറയുന്നത്, എത്ര മോശം എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടാകുന്നതെങ്കിലും ഞാൻ അതിനെ എപ്പോഴും ഇൻട്രോസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. പണ്ടൊക്കെ ചിലപ്പോൾ ചില ആളുകളൊക്കെ ചിന്തിക്കും അല്ലെങ്കിൽ പറയുകയും നമുക്ക് തോന്നുകയൊക്കെ ചെയ്യും, നമ്മൾ ഓവർ തിങ്കർ ആണോ എന്ന്. ഇറ്റ് ഈസ് നോട്ട് ഓവർ തിങ്കിങ്, വി ആർ ഇൻട്രോസ്പെക്ടിങ്. നമ്മൾ റിവീൽ ചെയ്യുകയാണ്, നമ്മൾ ആൻസർ കിട്ടുന്നോടം വരെ സീക്ക് ചെയ്യുകയാണ്. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത് എക്സ്റ്റേണൽ വേൾഡിനെ കുറിച്ചോ വേറെ വ്യക്തികളെ കുറിച്ചോ അല്ല, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയായി, നമ്മളോട് ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതിൻ്റെ കാരണം, എൻ്റെ ഉള്ളിലെ കാരണം എന്താണ്,
അത് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ പല പഴുതുകളും അടച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ ഈ വീഡിയോയുടെ പ്രധാന വിഷയത്തിലേക്ക് ഇനി തുടർന്ന് പോവുകയാണ്. അതായത് നമ്മൾ ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മൂലാധാര ചക്രത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഭാവം എന്ന് പറയുന്നത് ഐ എക്സിസ്റ്റ് ഹിയർ എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ എലമെന്റ് എന്ന് പറയുന്നത് എർത്ത് അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ മണ്ണ് പോലെ ഉള്ള ഒരവസ്ഥയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഇതിന് റെഡ് കളറാണുള്ളത്. നമ്മുടെ ഈ ഭൂമിയിലെ അസ്തിത്വമാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ ഈ ഭൗതിക ലോകത്തിലേക്ക് ആ റൂട്ട് എന്നുള്ള വാക്ക് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ മരങ്ങളെയൊക്കെ നോക്കുമ്പോൾ ആ മരങ്ങളുടെ വേര് അല്ലെങ്കിൽ റൂട്ടാണ് ആഴത്തിലേക്ക് പോകുന്നത് അല്ലേ. അത് ഭൂമിയുമായിട്ട് അത് ബന്ധപ്പെടുന്നത് അങ്ങനെയാണ്. ആ റൂട്ട് വഴിയാണ് ഇത് വളർന്നു വരുന്നത്. സിമിലർലി നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഈ റൂട്ട് ചക്രമാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള സ്വഭാവ വിശേഷതകൾ റൂട്ട് ചക്രം ഇംബാലൻസ്ഡ് ആണെങ്കിലും ബാലൻസ്ഡ് ആണെങ്കിലും ഉണ്ട്. അത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതായിട്ടുള്ള ബുക്കിലൂടെ പരിചയപ്പെടാവുന്നതാണ്, സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. സുരക്ഷ, അതിജീവനം, അസ്തിത്വം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് സ്വാധിഷ്ഠാന ചക്രമാണ്. ഓറഞ്ച് കളറാണ് അതിന് വരുന്നത്. ഐ ഫീൽ എന്നുള്ളതാണ്. എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു, എനിക്ക് തോന്നുന്നു. ജലം, വാട്ടർ. ബിക്കോസ് അനുഭവങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ചെയിൻ ഓഫ് എക്സ്പീരിയൻസസ് ആണ് ലൈഫ് എന്നുള്ള രീതിയിലാണ് ബുദ്ധിസ്റ്റ് ഫിലോസഫിയിലൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അനുഭവങ്ങളുമായിട്ട്, അതാണ് ഈ ജലവുമായിട്ട് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചക്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഓരോ ചക്രത്തെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് അതിൻ്റെ നെഗറ്റീവ്സ്, അതിൻ്റെ പോസിറ്റീവ്സ്, ആത്യന്തികമായിട്ട് ഈ ചക്രങ്ങളെയൊക്കെ ബാലൻസ് ചെയ്തിട്ട് എങ്ങനെ ഉയർന്നു പോകാം, അങ്ങനെ ആത്മീയ വളർച്ച നേടാം എന്നുള്ളതാണ് ഓരോ മനുഷ്യാത്മാവും ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ പല ആളുകളും എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെയാണ് എനിക്കിതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള വഴി എന്താണ്, എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം. അതിൻ്റെയൊക്കെ ബേസിക്സും ഞാൻ ഈ പറഞ്ഞതായിട്ടുള്ള പുസ്തകത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സ്വാധിഷ്ഠാന ചക്രത്തിൽ എനർജി എത്തിയ വ്യക്തികൾക്ക് ക്രിയേറ്റീവ് ആയിരിക്കാനായിട്ട് വളരെയധികം ആഗ്രഹമുള്ള വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ആ ചക്രം ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിൽ അയാൾ നല്ല രീതിയിലുള്ള ഒരു എഴുത്തുകാരനോ സാഹിത്യകാരനോ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നതായിട്ടുള്ള ആളോ കലാപരമായിട്ടുള്ള അത്തരത്തിലുള്ള സൃഷ്ടികൾ, ഒരു ശില്പമായിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിൽ നല്ല രീതിയിലുള്ള ഒരു സൃഷ്ടിപരത കാണിക്കുന്നതായിട്ടുള്ള വ്യക്തിയായിരിക്കും. ഇനി അവിടെ നിന്ന് ഉയർന്ന് മണിപ്പൂരിക ചക്രത്തിലേക്ക് വരുമ്പോൾ ഫയറാണ് അതിൻ്റെ എലമെൻ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അഗ്നിയെ പോലെ. എപ്പോഴും ഈ അഗ്നി എന്ന് പറയുമ്പോൾ ഈ എനർജിയുടെ ഒരു ഡയറക്റ്റ് സിംബോളിസമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. കാരണം ആ ഒരു ഊർജം, ആ ഒരു വാംത്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് ഡൂവർ ആകാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു ചക്രത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള തത്വം എന്ന് പറയുന്നത് ഐ ഡു എന്നുള്ളതാണ്, ചെയ്യുക എന്നുള്ളതാണ്. കർമ്മമാണ് ചെയ്ത്ത് അല്ലെങ്കിൽ ആക്ഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കർമ്മയോഗിയായിട്ട് പോകുന്നതായിട്ടുള്ള വ്യക്തി. അപ്പോൾ ഈ ഒരു ചക്രത്തിലേക്കാണ് ഒരു വ്യക്തിയുടെ എനർജി എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ആധിപത്യം പുലർത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഇത്തരത്തിലുള്ള കർമ്മം ചെയ്യാനുള്ളതായിട്ടുള്ള ഏർജ്, അത് ചെയ്യാനുള്ള ഏർജൊക്കെ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അയാളത് ചെയ്യുന്നതിൽ അയാൾ ആനന്ദം കണ്ടെത്തുന്നു. അയാൾ ലോകത്തിന് കോൺട്രിബ്യൂഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായി മാറുകയാണ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ആത്മവിശ്വാസത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി ഇങ്ങനെയുള്ള വ്യക്തികൾ പ്രവർത്തിക്കും, സമൂഹത്തിന് കോൺട്രിബ്യൂഷൻ കൊടുക്കും. ഇനി അനാഹത ചക്രത്തിലേക്ക് അല്ലെങ്കിൽ ഹാർട്ട് ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് സ്നേഹം, കരുണ, ദയവ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും അതിൻ്റെ ഗുണങ്ങളായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ എലമെന്റ് എന്ന് പറയുന്നത് എയറാണ്, വായുവാണ് എന്നുള്ളതാണ്. അതിൻ്റെ നിറം ഇളംപച്ച നിറമാണ്. നേരത്തെ മണിപ്പൂരികയുടെ മഞ്ഞ നിറത്തിലേക്ക് വരുന്നു. ഞാൻ താഴെ നിങ്ങൾ ആ വിബ്ജിയോർ എന്നുള്ള കളർ ഓർത്ത് വെച്ചാൽ വളരെ സിമ്പിളാണത്. മഴവില്ലിൻ്റെ 7 നിറങ്ങൾ പോലെ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. വിബ്ജിയോർ എന്നുള്ള രീതിയിൽ താഴേക്ക് പോകുന്നു. റെഡ്, അതുപോലെ തന്നെ ഓറഞ്ച്, അതിനുശേഷം യെല്ലോ, അതിനുശേഷം ഈ പറയുന്നതായിട്ടുള്ള ഗ്രീൻ എന്ന് പറയുന്ന അവസ്ഥ. ഇവർ ഭയങ്കര പ്രകൃതി സ്നേഹികളായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ദെൻ വിശുദ്ധ ചക്രത്തിലേക്ക് വരുമ്പോൾ ഐ സ്പീക്ക് എന്നുള്ളതാണ്. ഞാൻ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഐ ടീച്ച്, ഞാൻ പഠിപ്പിക്കുന്നു എന്നുള്ളത്. ഈ വിശുദ്ധ എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കുമായിട്ടല്ലേ നമ്മുടെ സംസാരം വിശുദ്ധിയോടുകൂടി പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഒരു ചക്രം നമുക്ക് ആധിപത്യം പുലർത്തുന്നുണ്ട്. നല്ല വാഗ്മികൾ, പ്രാസംഗികർ, ഗായകർ, ടീച്ചേഴ്സ്, അങ്ങനെ പല ആളുകളിലും ഈ വിശുദ്ധ ചക്രം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കുകയാണ്. എൻ്റെ ഈ വ്യക്തിപരമായിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൻ്റെ ഈ ഒരു വീക്ഷണത്തിലൂടെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ എലമെന്റ് എന്ന് പറയുന്നത് ആകാശം, ഈതർ അല്ലെങ്കിൽ സ്പേസ് എന്നൊക്കെയുള്ള രീതിയിൽ പല പാരമ്പര്യങ്ങളിൽ കുറച്ചൊക്കെ വ്യത്യാസത്തിലാണ് നമ്മൾ കണ്ടുപോരുന്നത്.
പ്രധാനമായിട്ടും വെറുതെ സംസാരിക്കുകയല്ല, ആശയവിനിമയത്തിനുള്ള ശേഷി അല്ലെങ്കിൽ അതിനുള്ള കഴിവും സത്യം പ്രകടിപ്പിക്കാനുള്ള ആ ഒരു ടെൻഡൻസിയുമാണ് ഈ വ്യക്തികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം ചില ചക്രത്തിലെ ഊർജം അതിങ്ങനെ താഴത്തെ ചക്രത്തിലാണുള്ളതെങ്കിലും പതിയെ ഇങ്ങനെ റൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ചക്രത്തിലേക്ക് ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിലൊക്കെ ചില ചക്രങ്ങൾ ആധിപത്യം പുലർത്തും. അത് നമ്മുടെ പല രീതിയിലുള്ള മറ്റു കോസ്മിക് അലൈൻമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള സങ്കീർണതകളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇങ്ങനെ ആധിപത്യം പുലർത്തുമ്പോൾ ആ ചക്രത്തിൻ്റെ ഗുണം കൃത്യമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രകടമായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നീട് പ്രകാശം, ബോധം, ലൈറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള ആജ്ഞാചക്രത്തിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ തേർഡ് ഐ ചക്രത്തിലേക്ക് എനർജി എത്തുകയാണ്. അല്ലെങ്കിൽ തേർഡ് ഐ ചക്രം ആധിപത്യം പുലർത്തുന്നതായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ളവരുടെ ഉള്ളു കാണാനുള്ള കഴിവ് വളരെ അധികമായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് ആയിക്കോട്ടെ പോസിറ്റീവ്സ് ആയിക്കോട്ടെ, ഈ മറ്റുള്ളവരുടെ മാത്രമല്ല ഉള്ളിലേക്ക് തിരിയുന്ന സമയത്ത് അവനവനെക്കുറിച്ച് തന്നെ വളരെ ഡീപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും വളരെ ഹൈ ആയിട്ടുള്ള ഇൻട്രോസ്പെക്ഷൻ ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളിൽ കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ആണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ദാറ്റ്. ഉൾക്കാഴ്ച, വിവേകം, ദർശനം, പ്രകാശമാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. കാരണം പ്രകാശമാണ് നമ്മളെ കാണാനായിട്ട് സഹായിക്കുന്നത്. പിന്നീട് ശുദ്ധബോധം അല്ലെങ്കിൽ കോസ്മിക് കോൺഷ്യസ്നെസ് എന്നുള്ള സ്റ്റേജിലേക്ക് സഹസ്രാര ചക്രമാണ് വരുന്നത്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനോദയത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. എന്നിരുന്നാലും പൂർണ്ണമായിട്ടുള്ള ജ്ഞാനോദയത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ചില സമയത്ത് ഈ ചക്രത്തിൻ്റെ ആധിപത്യവും നമ്മളുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ജീവിതത്തിലേക്ക് ഈ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് ഒരു പൾസ് പോലെയാണ്. ഒരു സ്ഥലത്ത് അങ്ങനെ കൃത്യമായിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ 1-ൽ നിന്ന് 2-ലേക്കും അല്ലെങ്കിൽ 0-1-0-1 കോമ്പിനേഷനിൽ പോകുന്നൊരു സംഗതിയല്ല. അതിനപ്പുറത്തേക്ക് ഈ എനർജിയുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിനേക്കാളുമൊക്കെ എത്രയോ കോംപ്ലക്സ് ആണ്. അതിനെ കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും സാധിക്കില്ല. അപ്പോൾ ഓരോ ചക്രങ്ങളിൽ നിന്ന് ഈ കുണ്ടലിനി ഒന്ന് അനങ്ങി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭാവന വരുമെന്നുള്ളതാണ്. ഒഴുകി വരുന്നതായിട്ടുള്ള തത്വജ്ഞാനങ്ങൾ, നല്ല സാഹിത്യം, നല്ല രീതിയിലുള്ള സംസാരിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടും നമുക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങളെ ശ്രവിക്കാനായിട്ടും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. സോ ഈ സഹസ്രാര ചക്രത്തിൻ്റെ ഗുണങ്ങളും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഹയർ ആയിട്ടുള്ള ഏകത്വം, അതുപോലെ തന്നെ ആത്മീയ ബോധത്തിൻ്റെ ഉന്നത ഗിരിശൃംഗങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നതായിട്ടുള്ള ചക്രമാണ് സഹസ്രാര ചക്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രൗൺ ചക്ര എന്ന് പറയുന്നത്. ഈ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള കളികൾ, അത് നമ്മളെ പലപ്പോഴും കൃത്യമായിട്ട് നമ്മളുടെ ഏത് ചക്രമാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ പല ഘടകങ്ങൾ ഏത് ചക്രത്തിനെയാണ് വീക്കാക്കുന്നത്, ഏത് ചക്രത്തിനെയാണ് ശക്തമാക്കുന്നത്, നമ്മുടെ തന്നെ സ്വഭാവങ്ങളും നമ്മുടെ എൻവയോൺമെൻറ്റും ഒക്കെ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത്, എൻ്റെ ചക്രം ഏതാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനപ്പുറത്തേക്ക് എല്ലാ ചക്രങ്ങളെക്കുറിച്ചിട്ടും ഒരു അവബോധം ഉണ്ടാകുന്ന സമയത്താണ് ഏത് ചക്രമാണ് എന്നിൽ ഡൊമിനേറ്റ് ചെയ്യുന്നത്, ഏത് ചക്രത്തിനെയൊക്കെയാണ് ഞാനിനി ബാലൻസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, കുണ്ടലിനി ശക്തിനെ എനിക്ക് ഉയർത്താൻ സാധിക്കുമോ, എന്താണ് ഈ ലൈഫിൽ കുണ്ടലിനി ശക്തി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗുരു വന്നിട്ട് നെറ്റിയെ കൈവെക്കുന്ന സമയത്ത് എക്സ്റ്റസി ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് വീഴുന്ന അവസ്ഥയാണോ, എന്നിട്ട് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ച് സാധാരണ ജീവിതം നയിക്കുന്ന അവസ്ഥയാണോ, അതിനപ്പുറത്തേക്കുള്ള ഒരു സംഗതിയാണോ എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം നമുക്ക് ഇത്തരത്തിലുള്ള ജ്ഞാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവും എന്നുള്ളതാണ്. സോ നമ്മുടെ അവസ്ഥകളെ മനസ്സിലാക്കുമ്പോൾ അതിനെ എങ്ങനെ ബെറ്റർ ആക്കാമെന്നുള്ളതും നമ്മൾ ചിന്തിക്കുന്നു, അതിനുള്ള വഴികളും നമ്മൾ കണ്ടെത്തുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജ്ഞാനം ഞാനിപ്പോൾ ഏകദേശം 8 വർഷത്തിന് മുൻപാണ് എന്ന് തോന്നുന്നു യൂട്യൂബ് ചാനൽ വീഡിയോ കുറച്ചൊക്കെ ഇട്ട് തുടങ്ങിയത്. പിന്നീട് വലിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് ഈ കഴിഞ്ഞ ഒരു 2 വർഷം മുൻപ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അന്ന് വെറും 8000 സബ്സ്ക്രൈബേഴ്സിൽ കിടന്നതായിട്ടുള്ളൊരു ചാനലായിരുന്നു എൻ്റേത്. 8000 സബ്സ്ക്രൈബേഴ്സ് ഏകദേശം ഒരു 8 വർഷത്തിൻ്റെ മുകളിലുള്ള അത്രയും മുന്നേ ഉള്ള ഒരു കാലത്ത് കിടക്കുന്ന സമയത്തു നിന്ന് പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ഞാനൊരു ബ്രേക്കിലേക്ക് പോയി. ഞാൻ അധ്യാപന മേഖലയിലേക്ക് പോയി, പല രീതിയിലുള്ള ജോലികളിൽ പോയി, ട്രെയിനിങ് പോലുള്ള കാര്യങ്ങളിൽ പോയി. പക്ഷേ എൻ്റെ ജീവിതാനുഭവങ്ങളും അതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പ്രപഞ്ചം എന്നെ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി അവസാനം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഇത്രയും വർഷം കഴിഞ്ഞെത്തി. അപ്പോൾ 8000 സബ്സ്ക്രൈബറിൽ നിന്ന് ഇന്ന് 80,000-ത്തിലധികം, എനിക്ക് തോന്നുന്നു 83,000-ത്തിലും മുകളിലേക്കുള്ള ആളുകൾ ഇപ്പം ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ പ്രത്യേക മീഡിയ മേഖലയിലുള്ള ശ്രീ ഇബാദ് റഹ്മാനെ പോലെയൊക്കെയുള്ള വ്യക്തികൾ എനിക്കെന്ന് കമൻറ്റിലൂടെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു, നല്ല രീതിയിൽ നിങ്ങൾ പോകുന്നു എന്നുള്ളത്. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ എൻ്റെ പോക്ക് എന്നുള്ളതല്ല, ഇവിടെ സംഭവിച്ചത് എന്താണ്, 8000-ത്തിൽ നിന്ന് 80,000-ത്തിലേക്ക് എത്തിയത് യാതൊരുവിധ മാർക്കറ്റിങ്ങോ യാതൊരുവിധ കാര്യങ്ങളോ ചെയ്തതുകൊണ്ടല്ല. ഈ ആളുകൾ ഇങ്ങോട്ട് വന്നതാണ്, അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്നതാണ്. ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്?
നമ്മൾ നമ്മുടെ വൈബിനെ, നമ്മളുടെ ട്രൈബിനെ കണ്ടെത്തുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് എൻ്റെ കഴിവോ നിങ്ങളുടെ കഴിവോ അല്ല. നമ്മൾ അട്രാക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ ഒരു തീരുമാനമാണ് എന്നുള്ളതാണ്. കാരണം വി റൈസ് ബൈ ലിഫ്റ്റിംഗ് ഈച്ച് അതർ. നമ്മൾ ഓരോരുത്തരെയും കൈപിടിച്ച് ഒരുമിച്ചാണ് നമ്മൾ ഈ പറയുന്ന ബോധമണ്ഡല വികാസത്തിലേക്കും കളക്റ്റീവായിട്ടുള്ള എൻലൈറ്റൻമെൻറ്റിലേക്കും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. സോ നമ്മളൊക്കെയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഗുരുവല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുമിച്ച് നടക്കുന്നതായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കമൻറ്റുകളിലൂടെ അവരുടെ കാര്യങ്ങൾ പങ്കുവെക്കുന്നു. എന്നോട് പല രീതിയിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് പേരുടെ കമ്മ്യൂണിക്കേഷൻ വരുന്നതുകൊണ്ട് എനിക്കത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം. രണ്ടാമതായിട്ട് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങാനായിട്ടുള്ളൊരവസ്ഥ, അതിൻ്റെ ഒരു സമയമായിട്ടില്ല. കാരണം മുൻപ് ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ ഒരു സംരംഭം ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ തന്നെ എത്രയോ കാലമെടുത്തു. അപ്പോൾ എല്ലാത്തിനും കൃത്യമായിട്ടുള്ളൊരു സമയമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കർമ്മം നമ്മുടെ കോൺഷ്യസ്നെസ്സിന്, നമ്മുടെ ബോധത്തിന് മനസ്സിലാകുന്ന രീതിയിൽ മാക്സിമം നന്നാക്കാൻ നോക്കുക. നമ്മുടെ ബോധം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, വളർത്തിക്കൊണ്ടേയിരിക്കുക. അപ്പം നിങ്ങൾ ഏത് കർമ്മമേഖലയിലായിരിക്കുന്നുവോ ആ കർമ്മമേഖല നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണോ എന്നുള്ളത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കർമ്മം, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അത് ഫോഴ്സ്ഫുൾ ആയിട്ടല്ല, അല്ലാത്ത രീതിയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കട്ടെ. അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും ഓരോ ചെടിയും, നമ്മുടെ പൂന്തോട്ടത്തിൽ പല വിധത്തിലുള്ള ചെടികളുണ്ട്. ഓരോ ചെടിക്കും, ഓരോ മരത്തിനും, ഓരോ കാര്യങ്ങൾക്കും ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനെ നമ്മൾ കണ്ടെത്തുന്ന സമയത്താണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. എല്ലാവർക്കും ഈ ജന്മത്തിൽ ചിലപ്പോൾ എൻലൈറ്റൻമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഫുള്ളി എൻലൈറ്റൻമെൻറ്റിലേക്ക് എത്താനായിട്ട് സാധിച്ചോളണമെന്നൊന്നുമില്ല. ബട്ട് ദാറ്റ് ജേണി, ആ ഒരു യാത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ യാത്രയിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇൻഡിവിജ്വലായിട്ടുള്ളൊരു സംസാരം ചെയ്യണം എന്നുള്ളത്, അതിൻ്റെ ഒരു സമയം വരുമ്പോൾ തീർച്ചയായിട്ടും അതുണ്ടാകുമെന്ന്, അതിന് പ്രപഞ്ചം അനുവദിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ലിങ്കുകളൊക്കെ ഞാനിതിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാവരും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കണക്റ്റഡ് ആയിട്ടിരുന്നിട്ട്, ശക്തമായിട്ട് ഇരുന്നിട്ട് മുന്നോട്ട് പോവുക. പലപ്പോഴും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ആ ഗ്രൂപ്പിൽ ഡെയിലി ആയിട്ട് ഓരോ കാര്യങ്ങളൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. മെമ്പർഷിപ്പ് എടുത്ത ആളുകളിലേക്ക് കണ്ടന്റ് എത്തിക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇപ്പം. പക്ഷേ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കോസ്മിക് അലൈൻമെൻറ്റ് റെഡിയായി വരികയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ശനിയുടെ ഒരു സമയം പതിയെ അവസാനിക്കുന്ന ഒരു വേളയിലാണ് ഞാനിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള തിരിച്ചടികളും ജീവിതാനുഭവങ്ങളിലൂടെയും ഇപ്പോഴും ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഈ ചാനലിലൂടെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് സാധിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കുന്നു? അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അത് ഞാനെന്നുള്ള വ്യക്തിയായിട്ട് അവരെന്നെ കാണുകയാണ്. അതിനപ്പുറത്തേക്ക് ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒക്കെ ഈ പറയുന്നതായിട്ടുള്ള ഭൗതിക അസ്തിത്വങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ പ്രപഞ്ചമാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഊർജത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നമ്മൾ ജഡമല്ല, നമ്മൾ ഊർജമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെപ്പോഴും കാണുന്നത് നമ്മളൊരു ജഡമാണ് എന്നുള്ള രീതിയാണ് പലപ്പോഴും മനുഷ്യനെ കാണാനായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് യു ആർ എ സോൾ, നിങ്ങളൊരു ആത്മാവാണ് വിത്ത് ദിസ് ബോഡി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.